മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പഴയ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തു തീർത്ത് സർക്കാർ. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോഴാണ് തുക അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചാണ് രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തിയ ഇഷ്ടക്കാർക്ക് പണം നൽകുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ മൗനം തുടരുന്നതിനിടയിലാണ് നടപടി. പ്രജിത് മോഹനൻ ചെയ്യുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, അതായത് ഇഷ്ടക്കാർക്ക് അനുവദിച്ചു കൊടുക്കാൻ സർക്കാരിൻ്റെ പൈസയുണ്ട്, നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കഴിയുമെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോ ഇതുമൊക്കെ വകമാറ്റി കൊടുക്കുന്നതാണോ? വീണ, അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വി.എസ്. അച്യുതാനന്ദൻ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്ന സമയത്ത് അന്ന് രാഷ്ട്രീയ നിയമനം വഴി ഈ പറയുന്ന രീതിയിൽ പേഴ്സണൽ സ്റ്റാഫിൽ എത്തിയവർക്കാണ് ഇപ്പോൾ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ മുഴുവൻ കുടിശ്ശികയും പൂർണ്ണമായും അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ആ കുടിശ്ശിക നൽകുമ്പോഴുള്ളൊരു മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 2021 മുതൽ തന്നെ കൊടുത്തു തീർക്കുമെന്നുള്ള പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നുള്ള പ്രഖ്യാപനവും വന്നതാണ്. ആ പ്രഖ്യാപനം അവിടെ എങ്ങനെ നിലനിൽക്കുന്നു? തോമസ് ഐസക് പോലും കൃത്യമായി അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് പോലും ഈ കുടിശ്ശികയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുമെന്നുള്ള ഉത്തരവുകളൊക്കെ വന്നു. പിന്നീട് വന്ന് ധനമന്ത്രിയും കാര്യമായ പരിഗണന എടുത്തിട്ടില്ല. 2023 ആയപ്പോഴേക്കും ഇത് ഉടൻ കൊടുത്തു തീർക്കുമെന്ന രീതിയിൽ ധനമന്ത്രിയൊക്കെ നോട്ടുകൾ വരെ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, കൃത്യമായി കുറിപ്പുകൾ വരെ പുറത്തിറക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും നടപടി ഉണ്ടായില്ല. ഈ പറയുന്ന 11ാം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കുടിശ്ശിക അതിൻ്റെ 4 ഗഡുവായി നൽകുമെന്ന പ്രഖ്യാപനം വന്നു. അതിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപനം വന്നു, ഉടൻ തന്നെ 2 ഗഡുവെങ്കിലും സർക്കാർ കൊടുത്തു തീർക്കും എന്നുള്ളത്. അത് എങ്ങനെ കൊടുത്തു തീർക്കണമെന്നുള്ള, ഒറ്റയടിക്ക് കൊടുത്തു തീർക്കണോ, രണ്ട് ടൈമായി കൊടുത്തു തീർക്കണമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പോലും സർക്കാർ ഒരു ധാരണയിലേക്കോ തീരുമാനത്തിലേക്കോ എത്തിയിട്ടില്ല. അങ്ങനെ സർക്കാർ ജീവനക്കാർക്ക് ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക അത് കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് PF ലയിപ്പിച്ച് നൽകുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അങ്ങനെ നൽകുമ്പോൾ അത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട PF നിന്നൊക്കെ ലഭിക്കേണ്ട വലിയ പലിശയൊക്കെ ഉണ്ട്, അതൊക്കെ പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. സർക്കാർ ജീവനക്കാർ അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്ക് വേണ്ടി അതിൻ്റെ സംഘടനകൾ കാലങ്ങളായി ആവശ്യങ്ങൾ ഉയർത്തുന്നു. അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രിയും പിന്നീട് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായിരുന്ന അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കപ്പെട്ട രാഷ്ട്രീയ നിയമനമാണ്, അവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല, താൽക്കാലികമായിട്ട് അദ്ദേഹം ഈ കമ്മീഷൻ ചെയർമാനായിരിക്കുന്ന കാലത്തേക്ക് വേണ്ടി മാത്രം നിയമിക്കപ്പെട്ടവരാണ്. അവർക്ക് നൽകാനുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക മാത്രം പ്രത്യേകമായി സർക്കാർ പ്രത്യേക താല്പര്യമെടുത്ത് ഈ പറയുന്ന ട്രഷറി നിയന്ത്രണങ്ങളടക്കം ഇളവ് വരുത്തിക്കൊണ്ട് നൽകി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഈ 27-ാം തീയതി മുതൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് അവസാന ഘട്ടത്തിലുള്ള ഈ കുരുക്കുകളൊക്കെ ഒഴിവാക്കുന്നതിന് മുൻപ് തന്നെ കൊടുത്തു തീർക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധ കാണിച്ചു എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ടത്. ഇപ്പോഴും ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഘടു പോലും സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. അതേസമയം ഇഷ്ടക്കാർക്ക്, തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തുക അനുവദിക്കാൻ യാതൊരു സാമ്പത്തിക നിയന്ത്രണങ്ങളും സർക്കാരിന് ബാധകമാകുന്നില്ല എന്നുള്ളതാണ് വിഷയം. ഇതേ സമീപനം നമ്മൾ നേരത്തെയും കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വേണ്ടി പണം ചെലവഴിച്ച സമയത്ത്, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് യാത്രാബദ്ധ ബജറ്റ് വിഹിതത്തെക്കാൾ കൂട്ടി നൽകിയപ്പോൾ, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് ബജറ്റ് വിഹിതത്തെക്കാൾ തുക കൂട്ടി നൽകിയപ്പോൾ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് വേണ്ടി അവരുടെ ടീ അടക്കമുള്ള കാര്യങ്ങൾ ബജറ്റ് വിഹിതം കൂട്ടി നൽകിയപ്പോൾ, അങ്ങനെ ഇഷ്ടക്കാർക്ക് വേണ്ടി, തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണ്ടി തുക അനുവദിക്കുന്നതിലോ പണം എഴുതി നൽകുന്നതിലോ സർക്കാരിന് യാതൊരു ട്രഷറി നിയന്ത്രണങ്ങളുമില്ല, യാതൊരു സാമ്പത്തിക ബാധ്യതകളുമില്ല. പക്ഷേ സർക്കാർ ജീവനക്കാരെ പൂർണ്ണമായും അവഗണിച്ച് അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭ്യമാകേണ്ട ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇതുവരെയും സർക്കാർ കൊടുത്തിട്ടില്ല. അതേസമയം വി.എസ്. അച്യുതാനന്ദനെ പോലെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. അവിടെ രാഷ്ട്രീയ നിയമനം ലഭിച്ചവർക്ക് ഈ കുടിശ്ശികളെല്ലാം കൊടുത്തു തീർക്കുകയും ചെയ്തിരിക്കുന്നു. വീണ, അതേസമയം പ്രജിത്ത്, ഈ കുടിശ്ശികളെല്ലാം കൊടുത്തു തീർത്തു എന്ന് പറയുമ്പോൾ പൈസ ഇല്ല, സാമ്പത്തികമായി പ്രശ്നമുണ്ട് എന്ന് പറയുകയും കേന്ദ്രത്തിന് പലതവണ പോയി കാണുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് എവിടുന്ന് കിട്ടി ഇത്തരത്തിൽ ഈ പഴയ കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാനുള്ള പണം? വകമാറ്റി തന്നെ കൊടുക്കുന്നതാകുമോ എന്ന സംശയമാണ് ഉയരുന്നത്. അതേ വീണ, ഈ ഒരു പറച്ചിലുകളൊക്കെ നടത്തുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് വേണ്ടി കോടികൾ അനുവദിച്ചത്, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് വേണ്ടി കോടികൾ ബജറ്റ് വിഹിതത്തിലും കൂടുതൽ നൽകിയത്, അതിനുള്ള ഉത്തരവുകളൊക്കെ ഇറക്കിയിട്ടുള്ളത്. സർക്കാരിന് തങ്ങളുടേതായ കാര്യങ്ങൾ, അതായത് തങ്ങളുടെ ഇഷ്ടക്കാർക്കും തങ്ങളുടെ അടുപ്പമുള്ളവർക്കും വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പണം ധാരാളം ഉണ്ട് താനും, അതിൽ ഒരു വീഴ്ചയും വരുന്നില്ല. അതായത് ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ AC ശരിയാക്കാനാണെങ്കിൽ ശരി, അതിനും പ്രശ്നമില്ല. ചില സർക്കാർ വകുപ്പുകളിൽ, പ്രത്യേകിച്ച് ധനവകുപ്പിലൊക്കെ വാഹനങ്ങൾ വാങ്ങാൻ പ്രശ്നമില്ല. പക്ഷേ മൊത്തത്തിൽ മറ്റ് വകുപ്പുകളിൽ വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിന് പ്രതിസന്ധി ഉണ്ടാകുന്നു. അത് നവംബർ വരെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനേക്കുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നു. ഈ സർക്കാരിന് താല്പര്യമുള്ള ഭാഗങ്ങളിൽ മാത്രം കൃത്യമായി പണവും ചെലവഴിക്കപ്പെടുന്നു. നമ്മൾ അടുത്തിടെ ഈ വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള വ്യയ നിയന്ത്രണ നിർദ്ദേശം പുറത്തുവിട്ടതാണ് ജനം TV. അതിൽ നിയമന നിരോധനമടക്കം സർക്കാർ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ
ആലോചിക്കണം. ടൈപ്പിസ്റ്റ്, ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ്, അറ്റൻഡന്റ് തുടങ്ങിയിട്ടുള്ള തസ്തികകളിൽ നിയമനം വേണ്ട എന്നൊരു സമീപനത്തിലേക്ക് സർക്കാർ പോയിരുന്നു. ഇനി അടിത്തരഘട്ടങ്ങളിൽ നിയമനം എടുക്കുകയാണെങ്കിൽ അത് കരാർ നിയമനം മാത്രം മതി എന്നുള്ളൊരു സമീപനവും സർക്കാർ സ്വീകരിച്ചു. പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ജന TV വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒടുവിൽ ഈ കരാർ നിയമനം എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് വേണ്ട എന്നുള്ള സമീപനത്തിലേക്ക് പോയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ധനവിനിയോഗത്തിന്റെ നിയന്ത്രണങ്ങൾ അത് കൂടുതൽ കർക്കശമായി നടപ്പിലാക്കാൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരം സംവിധാനങ്ങൾ, അതായത് സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകൾ, രാഷ്ട്രീയ നിയമനം ലഭിച്ചവർ, സർക്കാർ ഇപ്പോൾ രാഷ്ട്രീയ നിയമനം ലഭിക്കുമ്പോൾ അത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്ന സമയത്തുള്ള പേഴ്സണൽ സ്റ്റാഫ് മുതൽ ഇപ്പോൾ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി വരെയൊക്കെ അങ്ങനെയുള്ള രാഷ്ട്രീയ നിയമനങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ നിയമനങ്ങളൊക്കെ ലഭിച്ചവർക്ക് വരെ വേണ്ടി എല്ലാ നിയന്ത്രണങ്ങളും സർക്കാർ ഒഴിവാക്കി നൽകുന്നു. അവിടെ ഒരു ട്രഷറി നിയന്ത്രണവുമില്ല, ഒരു സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിനില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ സർക്കാർ ജീവനക്കാർക്കടക്കം അവർക്ക് ലഭിക്കേണ്ട ക്ഷേമബത്ത കുടിശ്ശികയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ശമ്പള പരിഷ്കരണ കുടിശ്ശിക നിലനിൽക്കുന്നു. പെൻഷൻകാർക്ക് പല കുടിശ്ശികകളും ലഭിക്കാതിരിക്കുന്നു. ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം, ഇങ്ങനെ സാധാരണക്കാർക്കും വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയുള്ള നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടാകാതിരിക്കുമ്പോൾ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു വശത്ത് രാഷ്ട്രീയ നിയമനം ലഭിച്ചവർക്കും തങ്ങളുടെ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിക്കലിലും സർക്കാരിന് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്തത്. വീണ. ശരി പ്രജിത്ത്, സ്വന്തക്കാർക്ക് വേണ്ടി വകമാറ്റി നൽകാൻ ഒരു നിയന്ത്രണവുമില്ല സർക്കാരിന്.